ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ യൂട്യൂബ് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വ്ളോഗ് ഇടാന്ന് വിചാരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തമ്പനിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഇന്നത്തെ വ്ളോഗ് എന്ന്. പിന്നെ 24 hours എന്താ പറയുക ഡ്രിങ്ക്സ് ചാലഞ്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 24 hours വാട്ടർ ചലഞ്ച് ഇട്ടിരുന്നു എന്ന് വെച്ചാൽ 24 hours വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾ 24 hours ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ്. ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ ഓരോ ഡ്രിങ്ക്സ് ഇല്ലേ 20 30 അങ്ങനത്തെ ഒക്കെ അതായിരിക്കും 24 hours കുടിക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പം എത്രയായി 10 എത്രയോ ആയി ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ നേരെ നടുവിൽ പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് വരണം. അവിടെ കാണാം ഗായ്സ്. നമ്മൾ നേരെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബസ്സും കയറി ഡേമായിട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് നേരം തപ്പിന് ശേഷം അമൂൽ കൂൾ വിങ്കിങ് കാവ്, പിന്നെ നമ്മൾ കുടിക്കാത്ത രണ്ടുന്ന ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ഒരു മോതിരം കൂടെ ഇങ്ങോട്ട് വാങ്ങി ഗൈസ്. അങ്ങനെ ബാക്കി പൈസ കിട്ടി, ബില്ല് കിട്ടി, സാധനം കൊണ്ട് ബസ്സിൽ വീട്ടിലേക്ക്. ഗൈസ് ഫൈനലി ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എത്ര മണിയായി നോക്കുകയാണെങ്കിൽ 12 മണിയായിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മൾ നടുവിൽ പോയി ഡാമായിട്ട് കുറേ ചുറ്റിക്കറങ്ങിയിട്ടാണ് ഇതൊക്കെ വാങ്ങി. പക്ഷേ ഞാൻ 2-3 സാധനം വേറെ കുടിക്കാത്ത വാങ്ങാൻ വിചാരിച്ചു ഗൈസ്. പക്ഷേ ആ സാധനം ഒന്നും അവിടെ ഇതായില്ല, കണ്ടില്ല. ഓക്കെ, ആദ്യം ഏതാ കുടിക്കാൻ വന്നിച്ചാൽ ഇതാണ് ഗൈസ്, വിങ്കിങ് കൗവിൻ്റെ ബർബൺ ഷേക്ക്. ഓക്കെ ഗൈസ്, ബർബൺ ഷേക്ക് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബർബൺ എന്ന് പറഞ്ഞ സാധനം തിന്നിട്ട് കുറേ ദിവസമായി. അപ്പം നമുക്ക് കുടിച്ചിട്ട് റിവ്യൂ പറയാം. ഇതാണ് രാവിലത്തെ ഭാഗത്ത് കുടിക്കുകയാണ്. രാവിലെ ഒന്നല്ല, ഇപ്പോൾ 10 മണിക്കാണ് നമ്മൾ എണീച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എണീച്ച് കുളിച്ച് നേരെ നടുവിൽ പോയിരുന്നു. അപ്പോൾ എന്നൊക്കെ കുടിക്കാം. ആ ഗൈസ്, അടിപൊളി കറക്റ്റ് ബർബൺ ജ്യൂസ് അടിച്ച് തന്ന പോലെ തന്നെ കൊള്ളാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കേഡ്രാമൻ്റെ ഫിയറി പ്രീസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു കുറേ മുമ്പ്. അതിലുള്ള വക്കീലായ നടിയാണ് ഞാൻ ഈ അടുത്ത് കണ്ടുകഴിഞ്ഞാൽ വണ്ട വുമൺ എന്നൊരു കേഡ്രാമയിലുള്ളത്. അപ്പോൾ എന്താക്കുക, വണ്ട വുമൺ എന്ന കേഡ്രാമ കണ്ടിട്ട് നിങ്ങൾ കാണുക ഗൈസ്. അതിൽ അടിപൊളി കാറിൻ്റെ സീനുണ്ട്. പിന്നെ എന്താ പറയുക, ഫൈറ്റ് നല്ല അടിപൊളി തന്നെ, അടിപൊളി സ്റ്റോറിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഫൈനലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ 12 എത്രയായിരുന്നു നമ്മുടെ വിങ്കിങ് കൗ ബർബൺ കുടിച്ചത്. അത് അടിപൊളിയായിരുന്നു ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ കറക്റ്റ് ബർബണിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇപ്പം അടുത്ത് നമ്മൾ കുടിക്കാൻ പോകുന്നതാ ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുടിക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ, ലാസ്സി. ഇത് തിരിച്ചിട്ടാണ് കാണുക. അപ്പോൾ ലാസ്സി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തൈരും വേറെന്തോന്നും മിക്സ് ആയിട്ടുള്ള എന്തോ സാധനമാണെന്ന് തോന്നുന്നത്. അത് ലസ്സിയാണോ വേറെന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ലാസ്സി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതങ്ങോട്ട് കുടിച്ച് നോക്കിയാലോ. ഇത് ബ്ലൂബെറി ലാസ്സിയാണ് ഗൈസ്. ഒന്ന് കുടിച്ച് നോക്കാം. ഗൈസ് കൊള്ളാം. പക്ഷേ ഒരു ബ്ലൂബെറിൻ്റെ ചോയ ഉണ്ട്. കാരണം ബ്ലൂബെറിൻ്റെ സാധനത്തിൽ ബ്ലൂബെറിൻ്റെ ചോയ ഉണ്ടാവും എന്നുള്ളൊരു ചിലപ്പോൾ കമൻറ്റ് പാടില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗൈസ്. കൊള്ളാം, പക്ഷേ കൊള്ളാം. ഗൈസ് അപ്പോൾ ഇതിൻ്റെ മൂടിൻ്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ, ഒരു കോണ് കുറച്ച് സ്പെഷ്യൽ സാധനമൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഇപ്പോൾ ഗൈസ് ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് നമ്മളിപ്പോൾ ഉച്ചക്ക് രണ്ടാമത് കുടിക്കുന്നത്. ഫസ്റ്റത്തത് ലാസ്റ്റ്. പക്ഷേ ഗൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ചെറിയ പുളിയുണ്ട്, അങ്ങനെ കുടിക്കുമ്പോൾ ഒരുമാതിരി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് വാങ്ങണോ കുടിക്കണോ എന്ന് കമൻറ്റ് ചെയ്യണ്ട. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ലാസ്റ്റ് നിന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇതുവരെ കുടിക്കാത്ത സാധനം കൊണ്ട് എടുത്തതേ ഉള്ളൂ. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കുടിക്കാം. ഇതെന്താ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, കാരണം സ്ട്രോബെറി അങ്ങനെയാണുള്ളൂ. ഗൈസ് കൊള്ളാം. ഇത് കൊള്ളാം. അപ്പോൾ ഫൈനലി നമ്മൾ രാവിലെ വിങ്കിങ് കൗ കുടിച്ചു. ഇപ്പോൾ ഉച്ചക്ക് മിൽക്ക് ഷേക്കും ലാസിയും കുടിച്ചു. അപ്പോൾ എന്താക്കാം, ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്താക്കാം വൈകുന്നേരം കാണാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇതവിടെ കുളിച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വൈകുന്നേരം നമ്മൾ കുടിക്കാൻ പോകുന്നത് ഇതാണ് അമൂൽ കൂല് ഗൈസ്. കേ കാണുന്നുണ്ടോ? ആ കണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുടിച്ചാലോ. അമൂൽ കൂൽ കുടിക്കുകയാണ്. അപ്പോൾ ഭയങ്കര കട്ടി. എല്ലാത്തിനും 30 40 ഇങ്ങനത്തെ റേറ്റാണ് ഗൈസ്. പിസ്ത ഫ്ലേവറാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, എലൈച്ചി ഫ്ലേവറിനാണ് ഗൈസ് കാണിക്കുന്നത്. റോയൽ എലൈച്ചി. കൊള്ളാം.
കൊള്ളാം ഗൈസ്. നമ്മുടെ ബ്ലൂബെറി എന്തെങ്കിലും നേരെ തിന്ന സാധനമില്ല ഗൈസ്. ബ്ലൂബെറി എന്തെങ്കിലും ലക്സിയാണോ. അപ്പോൾ നമ്മളത് അനിയത്തിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ കാണിച്ചു തരുന്നതാണ്. എന്തായാലും സ്കൂളിൽ വരുമ്പോൾ നമുക്ക് അനിയന് കൊടുക്കാം. അനിയൻ്റെ റിയാക്ഷൻ നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് അനിയൻ വന്നിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മളെ അനിയത്തിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകണേ നമ്മൾ നേരത്തെ കുടിച്ച ബ്ലൂബെറിൻ്റെ ലസ്സി, പിന്നെ ഒരു എന്താ പറയുക സ്ട്രോബെറി ഷേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ബ്ലൂബെറി ലസ്സി. ലസ്സി 30 രൂപ ടേസ്റ്റ് ഉണ്ട്. 40 റുപ്യാണ് ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ട് പറയൂ. നന്ദിയില്ല, രസമുണ്ട്, പക്ഷെ എന്താ ഒരു പുളിപ്പുണ്ട്. ബ്ലൂബെറിന്റെ പുളിപ്പല്ലേ? ബ്ലൂബെറിക്ക് നല്ല പുളിയുണ്ട്. അടുത്താണ് ഗൈസ് എന്താണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഗൈസ് ബ്ലൂബെറി ലസ്സിക്ക് 40 അല്ല 30, സ്ട്രോബെറി ഷേക്കിന് 40. പക്ഷെ ബ്ലൂബെറി നന്നില്ല, രസമില്ല. സ്ട്രോബെറി എന്തായിരിക്കും? ബ്ലൂബെറി ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യില്ല എന്തായാലും. ഇത് കൊള്ളാം, ഇത് രസമുണ്ട്. ചിലപ്പോ തണുപ്പിച്ചോണ്ടിരിക്കും. ഗായ്സ് അപ്പം ബ്ലൂബെറി ലാസി അല്ലു കുടിക്കുകയാണ്. അല്ലുവിൻ്റെ അഭിപ്രായം നമുക്ക് കാണാം. ഉള്ളു കുടിച്ചോ ഒറ്റ വയ്ക്കി. അഭിപ്രായം കറക്റ്റ് പറഞ്ഞു. എങ്ങനെയുണ്ട് സീനല്ലേ? എന്തില്ല ഉള്ളു കുടിച്ചാ? ഉള്ളൂടി അതത്രേ ഉള്ളൂ. ഇതതിനൊക്കെ അടിപൊളിയാ. ബാക്കി ഇത് കുടിച്ചോ? ഇതതിനൊക്കെ അടിപൊളി കാര്യം. ടേസ്റ്റില്ല. മിൽക്ക് ഉണ്ടോ ഇതില്? ഓ മിക്സഡാ. അടിയിൽ ഐസാ. ലൈസോ? ഐസാണ്, ഐസാക്കി അടിയില്ല. എടുത്തോ ഗൈസ്. അപ്പം നെക്സ്റ്റ് കുടിക്കാണ്. മണുണ്ട്. എന്താടാ ഇത്? ടേസ്റ്റ് ഉണ്ട്, ഐസും ഉണ്ട്. ഈ സ്ട്രോബെറി ഷേക്കിന് ഗൈസ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ 5 റുപ്യൻ്റെ സിപ്പപ്പിന് അത് ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബ്ലൂബെറിൻ്റെ സിപ്പപ്പ് നമ്മളിത് തിന്നാത്തുണ്ട്. ഇത് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് ആണോ ഇത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. എങ്ങനെയുണ്ട്? ഇത് ടേസ്റ്റ് ഉണ്ട്. അത് ഐസാണ് ടേസ്റ്റ്. നോക്കിയൊന്നും വേണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനലി രാത്രി കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് രാത്രി കഴിക്കുന്നത്. ഒന്ന് ചോക്ലേറ്റിൻ്റെ പിന്നെ ഒന്ന് ഓരോ പോലത്തെ ഒന്നും. നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്താലോ? ഇപ്പോൾ 2 കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൽക്ക് ഷേക്കാണ്. അത് നോക്കാന്ന് വെച്ചാൽ ഇത് ഗൈസ്. ഓക്കെ, വീഡിയോ ഇന്നത്തെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ എന്തായാലും കുറച്ച് വീഡിയോസ് എനിക്ക് തരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയുക, ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. സൈനിങ് ഔട്ട് മിൻഹു.